ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷൈന കുക്കിംഗ്. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കോവക്ക തോരനാണ്. അപ്പോൾ അതിനായിട്ട് കോവക്ക നമുക്ക് തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കാം. എൻ്റെ വീട്ടിലുണ്ടായ കോവക്കയാണ്, അതുകൊണ്ടാണ് നമ്മളിന്ന് തോരൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ തോരന് വേണ്ട കോവക്കൊക്കെ ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഇനി കട്ട് ചെയ്യാൻ തുടങ്ങാം. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കോവക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാത്രം നന്നായി ചൂടായി വരുന്ന സമയത്ത് 3 സ്പൂണ് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഫുള്ള് പൊട്ടി കഴിയുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് വലിയുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടമായാൽ ഷെയറും ചെയ്യണേ. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് വേവുന്ന ഒന്നാണ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ കോവക്കത്തോരൻ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.